കൊച്ചി നെട്ടൂരിൽ കവർച്ചാ സംഘം പിടിയിലായത് മോഷ്ടിച്ച കാറുമായാണ്. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് മോഷ്ടിച്ച കാറാണ് കണ്ടെയ്നർ വഴി കടത്താൻ ശ്രമിച്ചത്. പരിശോധനയ്ക്കിടെ പോലീസിനെ കണ്ട് ഓടിയ ആളെ കൂടി പിടികൂടിയിട്ടുണ്ട്. കൊച്ചി നെട്ടൂരിൽ കവർച്ചാ സംഘം പിടിയിലായത് മോഷ്ടിച്ച കാറുമായാണ്. ഓടിപ്പോയ ആളെ പിടികൂടി കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. 3 പേരായിരുന്നു ഈ കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ ഒരു കാർ മോഷണം പോയി എന്ന വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിനെ അറിയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് ഈ കണ്ടെയ്നർ ലോറി സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഒരാൾ രക്ഷപ്പെട്ടു. അയാളെയും പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സ്നേഹമോൾ നൈനാൻ ഉണ്ട്. സ്നേഹ, ഈ മോഷണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ പോലീസിന് ഇവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇവരുടെ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു? തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയ വാഹനവും ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നോ? കൂടുതൽ മോഷണം ലക്ഷ്യമിട്ടാണോ ഈ ലോറിയുമായി കണ്ടെയ്നറുമായി എത്തിയത്? രതീഷ്, എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രതികളുടെ പേര് വിവരങ്ങളും ഉൾപ്പെടെ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പിടികൂടിയ 3 പ്രതികളെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇന്നലെയാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുപുരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു മാരുതി എക്കോ കാർ, അതായത് വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു മാരുതി എക്കോ കാർ മോഷണം പോയി എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പരിസര പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അപ്പോഴായിരുന്നു ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറി ഈ വശത്തുകൂടി കടന്നുപോയി. പക്ഷേ ഈ ലോറി കടന്ന് മുന്നോട്ട് പോയ സമയത്ത് ഈ കാർ ആ പ്രദേശത്ത് ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഈ തമിഴ്നാട് പോലീസ് കേരള പോലീസിന് വിവരം കൈമാറിയത്. ഇത്തരത്തിൽ ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ലോറി ഒരു കാർ മോഷ്ടിച്ച് കേരളത്തിലേക്ക് കടന്നു കളയുന്നു എന്നുള്ളത്. അങ്ങനെ കേരളത്തിൽ ഉടനീളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4:30 കൂടിയായിരുന്നു ഈ ലോറിയും ലോറിക്കുള്ളിൽ 3 രാജസ്ഥാൻ സ്വദേശികളെയും പോലീസ് പിടികൂടുന്നത്. ഈ പിടികൂടിയ സമയത്ത് ഈ പ്രതികളെ ചോദ്യം ചെയ്തിരുന്ന സമയത്ത് ഒരു പ്രതി ഈ പോലീസ് സ്റ്റേഷന് ശുചിമുറിയിലെ ജനൽ പൊളിച്ച് രക്ഷപ്പെടുകയാണുണ്ടായത്. തുടർന്ന് പോലീസ് ഈ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. സമീപവാസികൾ ഈ പ്രതിയെ കണ്ടിരുന്നു എന്നൊരു വിവരം പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് പോലീസ് ഈ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള കുഫോസിൽ നിന്ന് അതിന്റെ പുറകിലായുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിന് മുകളിൽ നിന്നുമാണ് ഈ പ്രതിയെ പിടികൂടിയത്. അല്പസമയം മുമ്പ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ ഹരിയാനയിലെ ഈ കുപ്രസിദ്ധ ഈ മോഷ്ടാക്കളായ മേവാന്ത് സംഘം നടത്തുന്ന അതേ രീതിയിൽ സമാനമായ രീതിയിലാണ് ഈ സംഘവും ഈ കാർ മോഷ്ടിച്ചെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് സാധാരണഗതിയിൽ ഈ ATM കൊള്ളയടിക്കുകയാണ് ഈ ഒരു ഹരിയാനയിലെ മേവാൻ സംഘത്തിന്റെ ഒരു ഈ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ATM കൊള്ളയടിക്കാൻ ഈ സംഘം സാധ്യതയുണ്ട് എന്നൊരു വിവരവും പോലീസിന് ലഭിക്കുന്നു. ഈ വിവരം തമിഴ്നാട് പോലീസ് ഉണ്ടാകും. എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. വലിയ സംഘത്തിന്റെ ഭാഗമായ ആളുകളാണോ കേരളത്തിലേക്ക് കാർ മോഷ്ടിച്ച് കണ്ടെയ്നർ ലോറിയിൽ എത്തിയത്? അവരുടെ പ്ലാൻ എന്തായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ATM കൊള്ളയടിക്കലാണ് ഈ കാർ ഉപയോഗിച്ചതെന്നതാണ് സ്നേഹമോൾ നൈനാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാനമായ ശ്രമങ്ങളായിരുന്നു, പ്ലാനാണോ അവർക്കുണ്ടായിരുന്നത് എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്.